ഗുഡ് മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമുള്ള നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിൻ്റെ 1-ാം മാസം 7-ാം തീയതി ഈ പ്രഭാതത്തിൽ പ്രഭാത മന്യമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നമ്മെ നടത്തിയ ദൈവം ഈ പുതിയ വർഷവും ദൈവം തൻ്റെ കൃപകളാൽ നിറച്ച്, അനുഗ്രഹങ്ങളാൽ നിറച്ച്, നന്മകളാൽ നിറച്ച് നമ്മെ സഹായിക്കുമാറാകട്ടെ, വഴിനടത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തി. അതിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതമന്യയിൽ അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അത് ഇപ്രകാരം വായിക്കുന്നു: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴുകി വൃത്തിയാക്കി. കഴുകി വൃത്തിയാക്കി. സ്തോത്രം. ആമേൻ. എന്താണ് കഴുകി വൃത്തിയാക്കിയത്? വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുയേശുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ക്രിസ്തുയേശുവിൽ ആകുന്ന ഒരു വ്യക്തി തൻ്റെ പഴയ പാപങ്ങൾ, പഴയ അകൃത്യങ്ങൾ, പഴയ തിന്മകൾ ഒക്കെയും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി വെളിപ്പാക്കുവാൻ ഇടയായിത്തീരും. നമ്മെ കഴുകി വൃത്തിയാക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താലാണ് ദൈവം നമ്മെ കഴുകി വൃത്തിയാക്കുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട്: യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. ആമേൻ. നമ്മുടെ സ്തോത്രം ആത്യന്തികമായി ആമേൻ ആ രോഗം അത് ഒരു പാപമാണ്. സ്തോത്രം. ആമേൻ. പാപം അതൊരു വലിയ രോഗത്തെ കാണിക്കുന്നു. അതായത് കുഷ്ഠം അത് പിടിപ്പെട്ട ഒരു വ്യക്തി താൻ എത്ര ചികിത്സ ചെയ്താലും ആമേൻ ആ കുഷ്ഠം പൊറുക്കുകയില്ല. ആ കുഷ്ഠം ഇനിയും കുറേശ്ശെയായിട്ട് ആ കുഷ്ഠം ബാധിച്ച ആ കുഷ്ഠരോഗിയെ നിത്യ മരണത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ ഇപ്പോഴത്തെ ക്യാൻസർ, ഇതൊക്കെയും കുറേശ്ശെയായിട്ട് മനുഷ്യനെ നിത്യ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ഈ രോഗവും അഥവാ ഈ പാപമാകുന്ന ഈ രോഗവും ഒടുവിൽ നമ്മെ നിത്യ മരണത്തിലേക്ക് കൊണ്ട് പോകുവാൻ ഇടയായിത്തീരും. വചനം പറയുന്നു, പാപം ചെയ്യുന്ന
ദേഹി മരിക്കും നിശ്ചയം. ആമേൻ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. എന്നാൽ ആ പാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി നൽകിയത്. സ്തോത്രം. നാം വായിച്ച വേദവാക്യം നമ്മെ സ്നേഹിക്കുന്നവനും ആമേൻ സ്തോത്രം നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് ആമേൻ സ്തോത്രം നമ്മെ സ്നേഹിക്കുന്നവൻ. എങ്ങനെയാണ് പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത്? യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം എന്ത് വായിക്കുന്നു? തൻ്റെ ഏക ജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന്. ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചത് കാൽവരി ക്രൂശിൽ സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അത് അടുത്ത വായിച്ചത് പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. പാപം പോക്കുക, അതേ കാൽവരി ക്രൂശിലൂടെ രക്തം ചൊരിഞ്ഞിട്ട് നമുക്കെന്ത് ചെയ്തു? വിമോചനം നൽകി. വചനം പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ട് അല്ലാതെ എന്തില്ല? വിമോചനം ഇല്ല എന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആണ് സ്തോത്രം കാൽവരി ക്രൂശിൽ ആണ് സ്തോത്രം നമ്മുടെ പാപത്തെ കഴുകി കളയുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം നമുക്ക് വേണ്ടി നൽകുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ ഉള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അതേ വിശുദ്ധ പുരോഹിത വർഗമാകുവാൻ വേണ്ടി കർത്താവ് യേശുക്രിസ്തു നമ്മെ തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നു. ആമേ. അതിലെ 6-ാം വാക്യം, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകുകയില്ല എന്ന് തിരുവെഴുത്ത് കാണുന്നു. സ്തോത്രം. അതെ, ക്രിസ്തുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവം അല്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടച്ചക്കല്ലും തടങ്ങൽ പാറയും ആയി തീർന്നു. അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചും ഇരിക്കുന്നു. വചനം അനുസരിക്കാത്തവരെ എന്തു ചെയ്യുന്നു? ഇടറിപ്പോകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിത്യ നാശത്തിലേക്ക് അവർ പോയി പോകുന്നു. സ്തോത്രം. അതിനായിട്ട് അവരെ വെച്ചും ഇരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യൂദ 1-ാം അധ്യായം അതിൻ്റെ സ്തോത്രം. യൂദ 1 അധ്യായമുള്ളൂ. അതിൻ്റെ 25-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. അതേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. അതേ, ദൈവത്തിന് സകല മഹിമയും സകല മഹത്വവും
ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. നാം വായിച്ച വേദവാക്യം ഒന്നുകൂടി അതേ സ്തോത്രം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. അതെ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വചനം കേട്ടതൊന്നും വൃഥാവായി പോകുവാൻ ഇടയാകാതെ വണ്ണം അത് 30, 60, 100 മേനിയായി ഫലം കഴിക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്ന കർത്താവ് വചനം കേട്ടാരെങ്കിലും പുതിയ തീരുമാനം എടുത്തുവെങ്കിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെടുത്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധമാവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് തൊട്ട് കർത്താവെ രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണം, സഹായിക്കണം, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.